ബിസിനസ്സിൽ ക്യാപിറ്റൽ ആവശ്യമാണോ? സബ്സ്ക്രൈബർ ചോദിച്ചൊരു ചോദ്യമാണ്. പലർക്കും സംശയമുണ്ട്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ശരിക്കും ആവശ്യമാണ്, പക്ഷെ ക്യാപിറ്റൽ മാത്രം പോരാ, അങ്ങനെ പറയാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മൾ വാല്യൂ ആണ് കൊടുക്കേണ്ടത് കസ്റ്റമറിന്. അപ്പൊ നമുക്ക് കൂടുതൽ വാല്യൂ കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ സ്കില്ല് വേണം. ആ നമ്മൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ കൂടുതൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് സ്കിൽ മേക്ക് യു റിച്ച് നമ്മുടെ തിയറി എന്ന് പറയുന്നത്. സ്കില്ല് കൂട്ടുക, വാല്യൂ കൂടുതൽ കൊടുക്കുക, അപ്പൊ സമ്പത്ത് നേടാൻ പറ്റും. അപ്പം ക്യാപിറ്റൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് സമ്പത്ത് നേടാൻ പറ്റും. അപ്പൊ ഒരാള് സമ്പത്തില്ലാതെ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് നേടുക ആദ്യം വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പണം കിട്ടുമ്പം അത് വീണ്ടും കൂട്ടാൻ പറ്റും. അതാണ് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ബാഡ് ഡെപ്റ്റ് ഗുഡ് ഡെപ്റ്റ് തമ്മിൽ വ്യത്യാസം. ഗുഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കടമാണ്, പക്ഷെ അത് നമുക്ക് നല്ല കടമെന്ന് പറയും. അതുകൊണ്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും, കാരണം അത് സ്കില്ലുള്ളതുകൊണ്ടാണ്. അതേസമയം സ്കില്ലാത്ത ഒരാളിലാണ് ആ പണം കിട്ടുന്നതെങ്കിൽ അയാൾക്ക് ആ പണം ചിലപ്പോൾ നഷ്ടപ്പെടും. അതിനാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്, മോശം കടം. അപ്പൊ കടം തന്നെ അങ്ങനെയുണ്ട്. നമ്മുടെ ഉള്ള പൈസ കടമല്ല, ക്യാഷാണ്. അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുമ്പോൾ സ്കില്ലില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ലോസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്കില്ല് തന്നെയാണ്. ക്യാപിറ്റല് പിന്നീടേ വരുന്നുള്ളൂ. ആവശ്യമാണ്, അല്ലെന്നല്ല പറയുന്നത്. ക്യാപിറ്റലോട് മാത്രം രക്ഷപ്പെടത്തില്ല. വാല്യൂ കൂടുതലാണ് കൊടുക്കേണ്ടത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ലേബർ ജോലി ചെയ്യുന്ന ഒരാള്, അയാൾ എന്തെങ്കിലും ചെറിയ പണികളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾ വാല്യൂ കുറച്ചേ കൊടുക്കാൻ ശ്രമിക്കത്തുള്ളൂ. 1000 രൂപയാണ് അയാളുടെ ഒരു ദിവസത്തെ തച്ചെങ്കിൽ, ആരും നോക്കി നിൽക്കാനില്ലെന്നുണ്ടെങ്കിൽ പുള്ളി ചിലപ്പോൾ ഒരു 800 രൂപയുടെ പണി എടുത്തേച്ച് നിൽക്കും. അതാണ് പുള്ളിയുടെ ലാഭം. 200 രൂപ പണി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതേസമയം സ്കില്ല് കൂടുതൽ കൊടുത്തിട്ട് കൂടുതൽ പണം നേടിക്കൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മതി. അവര് 1 ലക്ഷം രൂപയാണ് അല്ലെ 2 ലക്ഷം രൂപയാണ് അവരുടെ ആ സർവീസ് ചാർജ് എങ്കിൽ അവര് 2.5 ലക്ഷം രൂപയുടെയാണ് അല്ലെങ്കിൽ 2.25 ലക്ഷം രൂപയുടെ വാല്യൂ ആഡഡ് വാല്യൂ എപ്പോഴും കൊടുക്കത്തുള്ളൂ. കുറവല്ല കൊടുക്കുന്നത്. മറ്റേ കുറച്ച് കൊടുക്കാൻ ശ്രമിക്കും. അപ്പം ഗ്രോത്ത് ഇല്ലാതെ വരും. അപ്പം സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ വാല്യൂ കൊടുത്തുകൊണ്ടിരിക്കുക, സമ്പത്ത് സെക്കൻഡ് അടുത്ത നമ്മുടെ പുറകെ വന്നോളും. ഇത് വരത്തില്ല. പലരുടെക്കും ക്യാപിറ്റൽ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവർ ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് ഒത്തിരി ക്യാപിറ്റൽ ഉണ്ട്, ആ ക്യാപിറ്റൽ കൊണ്ട് അവർ രക്ഷപ്പെട്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. സ്കില്ലുള്ളതുകൊണ്ടാണ് വിജയിക്കുന്നത് യഥാർത്ഥത്തിൽ. ക്യാപിറ്റലിന് വിലയില്ലെന്നുള്ളതല്ല, പക്ഷെ അതിற்கு മേലെയാണ് സ്കില്ല് എന്ന് മനസ്സിലാക്കുക. ഇനി അഥവാ നമുക്ക് ഒരു ക്യാപിറ്റൽ ഉണ്ട് എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് വിജയിക്കണം നിർബന്ധമില്ല. കാരണം അയാൾക്ക് സ്കില്ലില്ലല്ലോ. സ്കില്ല് അയാൾ ഡെവലപ്പ് ചെയ്യുന്നില്ല ഇല്ലായിരിക്കാം. അപ്പൊ അയാൾക്ക് അയാളുടെ ക്വാളിറ്റി ഇല്ല. അയാൾക്ക് ആ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തല്ല ഈ പണമെങ്കിൽ അയാളുടെ അച്ഛനിൽ നിന്നോ വല്യച്ഛനിൽ നിന്നോ ഒക്കെ കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ സ്കില്ല് കാണണമെന്നില്ല. പക്ഷെ അയാള് ജീവിക്കുന്ന രീതി കാണുമ്പോൾ അയാളൊരു സമ്പന്നനാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ റിയൽ വെൽത്ത് അല്ലത്. അയാൾ ക്രിയേറ്റ് ചെയ്തതല്ല, കിട്ടിയതാണ്. അതുകൊണ്ട് സ്കില്ല് തന്നെയാണ് നമ്പർ 1. അപ്പൊ നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക, കൂടുതൽ വാല്യൂ കൊടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും.